പിന്നെ ഞാൻ എന്തിന് ഇതിനകത്ത് തുടരുന്നു, പ്രതിപക്ഷ നേതാവായി തുടരുന്നു? പച്ച മലയാളത്തിൽ ഞാൻ പറയാം, ഉളുപ്പില്ലാത്തതുകൊണ്ട് തുടരുന്നതാണ്, വേറൊന്നുമല്ല. ഉളുപ്പില്ലാത്തതുകൊണ്ട് മാത്രം തുടരുന്നതാണ്. അതിന് കാരണം എന്താണെന്നറിയോ? ഞാൻ പിന്നെ ഇന്നലെ മെനയാന്ന് ഞാനൊരു യൂട്യൂബിലെത്തിയാ പറഞ്ഞത്, പട്ടിക്ക് സമാനമായ അയാൾ തേരാപ്പാര കേരളത്തിലുള്ളപ്പോൾ പട്ടിക്ക് സമാനമായ അയാൾ പോണ്ടി വരും. അയാൾ ഒരാൾ പോലും മൈൻഡ് ചെയ്യില്ല. അധികാരമില്ലാത്ത വിജയനെ ആര് മൈൻഡ് ചെയ്യുന്ന നിങ്ങൾ വിചാരിക്കുന്നത്? അതെ ഇല്ല ആരും മൈൻഡ് ചെയ്യില്ല. അത് ശരിക്കും നമ്മുടെ മലബാർ ഭാഷയിൽ പിന്നെ സൈൻ നമ്പ്യാർക്ക് കൂടി നമ്മൾ അണ്ടി പോയ അണ്ണാൻ എന്ന് പറയുന്ന സാധനമില്ലേ, അണ്ടി പോയ അണ്ണാൻ എന്ന് പറയൂലേ, നമ്മൾ ഒരാളെ പിന്നെ ജാഡ്യതയിലായി വെക്കുന്നത്. അണ്ടി പോയ അണ്ണാന്റെ അവസ്ഥയിലാണ് അയാൾ അവിടെ ഇരുന്നിട്ടുണ്ടായത്. ഞാനത് പിന്നെ തമാശക്കായി പറഞ്ഞത് വളരെ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാണ് ഞാൻ. അപ്പൊ അത്തരം ഒരു അവസ്ഥയെ ഇയാൾ ഫേസ് ചെയ്യേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് അറിയോ? കാൽ നൂറ്റാണ്ടുകാലം 16 വർഷക്കാലം പാർട്ടി സെക്രട്ടറി ആയി, 10 വർഷക്കാലം ഇയാൾ മുഖ്യമന്ത്രിയുമായി ജനങ്ങളെ ഭരിക്കുകയാണ് ഇയാൾ ചെയ്തത്. പാർട്ടിയോട് നിങ്ങൾക്ക് വല്ല കൂറും സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇങ്ങനെ ആവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അയാളെ തിരുത്തുക എന്നുള്ളത് TG പറഞ്ഞ പോലെ അസംഭാവ്യമാണ്. പാർട്ടി കൊന്നേ ചെയ്യാൻ കഴിയൂ, അയാളെ പുറത്താക്കുക എന്ന് മാത്രമാണ്. ഇവിടെയാണ് ഈ കഴിഞ്ഞ പാർട്ടി നടന്നല്ലോ, പോളിറ്റ് ബ്യൂറോ യോഗം, സെക്രട്ടറി കേന്ദ്ര കമ്മിറ്റി യോഗവും നടക്കുമ്പോൾ അതിനകത്ത് മത്സരം ഉണ്ടായി എന്നാണല്ലോ നമ്മൾ പറയുന്നത്, നമ്മൾ കേൾക്കുന്നത്. അതിനകത്ത് ഇയാൾ തന്നെ എന്ത് ചെയ്യാൻ, ഇയാൾക്ക് വേണ്ടി വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ രസം. നിങ്ങൾ ഈ പ്രോട്ടം സ്പീക്കറായിരിക്കുന്ന സഖാവ് G. സുധാകരൻ സഖാവ്, ആ G. സുധാകരൻ സഖാവിനെ നിങ്ങൾ വിളിച്ചിരിക്കുന്നത് എന്തായിരുന്നു? ചെറ്റ എന്നാണ് വിളിച്ചത്. അത് വ്യാപകമായ തോതിൽ കേരളത്തിനകത്ത് പ്രതിഷേധം ഉണ്ടാക്കിയെങ്കിൽ പോലും ആ സാധനം അയാൾ ഇപ്പോഴും ഇന്നും അയാൾ പിൻവലിച്ചിട്ടില്ല. യാതൊരു മടിയുമില്ലാതെ അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി ഇയാൾക്ക് എന്താ പറയുക സത്യപ്രതിജ്ഞ ചൊല്ലാൻ അയാൾക്ക് ഒരു മടിയും ഉണ്ടായില്ല. ഇയാൾക്ക് താമസിക്കാൻ 3 സംവിധാനങ്ങൾ സർക്കാരിൻ്റെതല്ലാതായി 3 സംവിധാനങ്ങളുണ്ട്. ഒന്ന്, ചിന്താവളപ്പിലുണ്ടായിരിക്കുന്ന വളരെ പെലേഷ്യസ് ആയിരിക്കുന്ന ഒരു ഫ്ലാറ്റ് ഉണ്ട് അയാൾക്ക് പാർട്ടി കൊടുക്കുന്നത്. രണ്ടാമത് ഏതാണ്? പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് ഔദ്യോഗിക വസതിയായിരിക്കുന്ന കണ്ടോൺമെന്റ് ഹൗസ് ഉണ്ട്. മൂന്നാമത് മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് കിട്ടാതെ ഏറ്റവും നല്ല ഫ്ലാറ്റ് അയാൾക്ക് ലഭിക്കും ഒരു മുൻ മുഖ്യമന്ത്രിയുടെ പരിഗണനയിൽ. ആ ഫ്ലാറ്റ് ഇത് 3 ഇയാൾക്ക് വേണ്ട. ഇത് 3 കിട്ടാതെ അയാൾ ചെയ്യാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് തൊട്ടപ്പുറത്ത് വരാവുന്ന ബേക്കറി ജംഗ്ഷന്റെ അടുത്ത് അയാൾക്ക് ഏതാണ്ട് 3 ലക്ഷം രൂപയോളം, പത്രത്തിൽ വന്ന വാർത്തയാണിത്, 3 ലക്ഷം രൂപയോളം തന്നെ പ്രതിമാസ വാടക വരുന്ന ഒരു വീട് ഇയാൾ വാടകയ്ക്ക് എടുക്കുകയാണ്. ആ വീട് എന്ത് ചെയ്യാണ്? 5 വർഷക്കാലത്തേക്കുള്ള പൈസ ലിക്വിഡ് ക്യാഷ് അപ്പം തന്നെ കൊടുത്തിട്ട് അത് കോൺട്രാക്ട് ഒപ്പുവെച്ചു. ഇത് ഇവിടെ വെക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് വേണമെങ്കിൽ മാറാൻ, ഞാൻ മാറില്ല എന്നാണ്. ഇത്രമാത്രം ബാധ്യതയായി തീർന്നിരിക്കുന്ന ഒരാളെ ഈ പാർട്ടി എന്തിന് ചുമക്കണം എന്നുള്ളതാണ് ചോദ്യം. എന്തിന് ചുമക്കണം ഈ മനുഷ്യനെ? എന്തിന് ചുമക്കണം? ഇവിടെയും ഇയാൾ ജയിച്ചത് ഒരിക്കലും തന്നെ ഞാൻ പറഞ്ഞു SDPIയുടെ വോട്ട് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇയാൾ അവിടെ പരാജയപ്പെടും. 101% ഉറപ്പ് ഇയാൾ പരാജയപ്പെടും. അങ്ങനെ പരാജയപ്പെടുന്ന ചിത്രം ഉണ്ടായി എന്നുള്ള ഒരു തുറുകണ്ടന്റെ യാഥാർത്ഥ്യം അയാളുടെ മുമ്പിൽ വന്നിട്ട് പോലും അയാൾ ഇവിടെ മാറാൻ തയ്യാറല്ലാത്തതാണ് ഈ പ്രതിപക്ഷ നേതാവിന്റെ ഈ പദവി ഏറ്റെടുക്കുമ്പോൾ അയാൾ കാണിച്ചിരിക്കുന്ന എന്താ പറയാ അതിനോടുണ്ടായിരിക്കുന്ന അയാളുടെ അർമാദിപ്പ്. അതോടൊപ്പമോ ഞാൻ താമസിക്കുന്നത് എവിടെയാണെന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നു. അതും വാസ്തവത്തിൽ പുനഃപരിശോധിക്കേണ്ട വിഷയമാണ്. ഇത് പണം ആര് കൊടുത്തു? പാർട്ടി കൊടുത്തോ? ഈ പണം 1,80,00,000 രൂപ വരും 5 വർഷക്കാലത്തേക്ക്. 36 ലക്ഷം രൂപ പ്രതിമാസം വരുമ്പോൾ 1,80,00,000 രൂപയാണ്. ഈ 1,80,00,000 ആര് കൊടുത്തു? ഏത് കണക്കിൽ കൊടുത്തു? പബ്ലിക്കോട് വിശദീകരിക്കണ്ടേ? ഇതൊന്നുമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവുന്നെന്ന് പറയുന്ന അർത്ഥം എന്താണ്? അതിന് TG പറഞ്ഞിരിക്കുന്ന സംഭവമാണ് പാർട്ടി പൂർണ്ണമായും അയാളുടെ കയ്യിൽ തന്നെയാണ് എന്ന് നമുക്ക് സാങ്കേതികമായി പറയാമെങ്കിലും പുറത്തുള്ള ജനം അയാളെ ഇതുപോലെ അർമാദിക്കാൻ സമ്മതിക്കില്ല. ഈ സമ്മതിക്കില്ല എന്ന അവസ്ഥയാണ് വാസ്തവത്തിൽ അയാളും ഗോവിന്ദനും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതാണ്. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നു. CPMന്റെ വലിയ ഒരു പരാജയമാണ് 2026 കേരളം കണ്ടത്. രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 99 സീറ്റുമായാണ് അവർ അധികാരത്തിലെത്തിയത്. എന്നാൽ ഇപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3.0 ആവർത്തിച്ച് വീണ്ടും അധികാരത്തിൽ വരും, ഒരു 3-ാം ഊഴം കിട്ടും എന്ന് പറഞ്ഞിരുന്ന CPMും പിണറായി വിജയനും ദയനീയമായി പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. 35 സീറ്റിൽ മാത്രമാണ് അവർ വിജയിച്ചത് എന്നുള്ളത് വളരെ ദയനീയമായ പരാജയമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രതിപക്ഷ നിരയിൽ നേതൃനിരയിലേക്ക് വന്നിരിക്കുന്നത്, പ്രതിപക്ഷ നേതാവായിരിക്കുന്നത് വീണ്ടും പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോഴും ആ പാർട്ടിയുടെ ദുര്യോഗം എന്നാണ് പാണ്ഡ്യാല ഷാജി എന്ന രാഷ്ട്രീയ നിരീക്ഷകൻ വ്യക്തമായി പറയുന്നത്. ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴാണ് ഷാജി ഇത്തരത്തിൽ തുറന്നടിച്ചത്.
പിണറായി വിജയന്റെ തൊട്ട് അയൽവാസിയായ പാണ്ഡ്യാല ഷാജിക്ക് ചെറുപ്പം മുതൽ തന്നെ പിണറായി വിജയൻ എന്ന നേതാവിനെയും പിണറായി വിജയൻ എന്ന നാട്ടുകാരനെയും അറിയാമായിരുന്നു എന്ന് തന്നെയാണ് പാണ്ഡ്യാല ഷാജി പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളത്. CPM അതിൻ്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. 10 വർഷക്കാലം ഭരണത്തെയും 18 വർഷക്കാലം ഏതാണ്ട് 18 വർഷക്കാലം പാർട്ടിയെയും തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ചവിട്ടി മെതിച്ച ബൂർഷാസിയുടെ സ്വഭാവത്തോടു കൂടി ആഡംബരപ്രിയനായി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയങ്ങൾ പുലർത്തിക്കൊണ്ടാണ് ഇത്തരം ഒരാൾ ജീവിച്ചിരുന്നത് എന്ന് തന്നെയാണ് പാണ്ഡ്യാല ഷാജി തുറന്നടിച്ചത്. അഥവാ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അവസാനത്തെ അന്തകൻ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണി അടിച്ച ആൾ എന്ന രീതിയിൽ പിണറായി വിജയന്റെ കാലം വാഴ്ത്തും എന്ന് തന്നെയാണ് പാണ്ഡ്യാല ഷാജി തുറന്നടിച്ചത്. ഇത്രത്തോളം യാഥാർത്ഥ്യ ബോധമില്ലാത്ത ഒരു മനുഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ, ഒരു നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇന്നോളം ഉണ്ടായിട്ടില്ല എന്നുകൂടി പാണ്ഡ്യാല ഷാജി പറയുന്നു. CPM-ന് ഏറ്റ മൃഗീയമായ അതിദാരുണമായ ഈ പരാജയം പോലും അംഗീകരിക്കാൻ തയ്യാറാകാതെ വീണ്ടും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയൻ വരുന്നു. പോളിറ്റ് ബ്യൂറോവിൽ പിണറായി വിജയനെതിരെ വോട്ട് ചെയ്യൽ നടന്നപ്പോൾ പിണറായി തന്നെ പിണറായി വിജയനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന കാര്യമാണ് കണ്ടത് എന്നുകൂടി പാണ്ഡ്യാല ഷാജി പരിഹാസദ്യോതകമായി തുറന്നടിക്കുന്നു. മാത്രമല്ല, മുൻ മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയന് താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. കൂടാതെ AKG സെന്ററിൽ ഫ്ലാറ്റുണ്ട്, കന്റോൺമെന്റ് ഹൗസ് ഉണ്ട് പ്രതിപക്ഷ നേതാവിന്റെ. ഇവിടെയൊന്നും താമസിക്കാതെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിൽ ഏതാണ്ട് 3 ലക്ഷം രൂപ മാസ വാടകയ്ക്ക് ഒരു വീടെടുത്തിരിക്കുന്നു പിണറായി വിജയൻ. അതിൻ്റെ 5 വർഷത്തെ വാടക ഒരുമിച്ച് റെഡി ക്യാഷായി നൽകിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ പണം പിണറായി വിജയൻ എവിടെ നിന്നുണ്ടായി എന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് എന്നുകൂടി പാണ്ഡ്യാല ഷാജി ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയുണ്ടായി. ഇന്നും CPM-ന്റെ ദുര്യോഗം പിണറായി വിജയൻ തന്നെയാണ്. പിണറായി വിജയൻ പറയുന്ന വാക്കിനപ്പുറത്തേക്ക് ആ പാർട്ടിക്ക് പോകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ നേപ്പാളിലൊക്കെ ഉണ്ടായതുപോലെയുള്ള പ്രക്ഷോഭങ്ങൾ, ജൻസി പ്രക്ഷോഭങ്ങൾ ഇവിടെ ഉണ്ടാകണം. ഇവിടെ ഇപ്പോഴുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാരണവശാലും ഇനി പുനർജീവിക്കാൻ പാടില്ല, അത് തകർന്ന് തരിപ്പണമായി പോകണം. വീണ്ടും തുടർന്ന് ഒരു ജനകീയ പ്രക്ഷോഭത്തിലൂടെ, അതായത് DYFI-യിലൂടെ അല്ലെങ്കിൽ SFI-യിലൂടെ ഒരു പ്രക്ഷോഭത്തിലൂടെ യഥാതഥമായ ദിശാബോധമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളണം എന്നാണ് തൻ്റെ അഭിപ്രായം എന്നുകൂടി പാണ്ഡ്യാല ഷാജി ചാനൽ ചർച്ചയിൽ എടുത്തു പറയുകയുണ്ടായി. പിണറായി വിജയന്റെ ഫാസിസത്തിനെതിരെയും പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയ്ക്കെതിരെയും എങ്ങനെ ആയിരിക്കരുത് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമായി പിണറായി വിജയനെ കാലം ചൂണ്ടിക്കാണിക്കും. പിണറായി വിജയന്റെ നൈതികത ഒട്ടുമില്ലാത്ത പ്രവൃത്തികളോട് സമരസപ്പെടാനാവാതെ എങ്ങനെയായിരിക്കണം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ജീവിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി വളരെ വികാര ആവശ്യത്തോടു കൂടി പാണ്ഡ്യാല ഷാജി വിസ്തരിക്കുകയുണ്ടായി. പാണ്ഡ്യാല ഷാജി പിണറായി വിജയന്റെ പാർട്ടിയോട് കാണിച്ച നെറുകേടിനെ കുറിച്ചും ഈ പാർട്ടിയെ പടുപാതാളക്കുഴിയിൽ എത്തിച്ച നെറുകേടുകളെ കുറിച്ചുമെല്ലാം സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പരമപ്രധാനമായ ഘടകം അയാൾ പാർട്ടിയെ ജീവന തുല്യം സ്നേഹിക്കുന്നു എന്നാണ് അർത്ഥം. ആദ്യത്തെ ഘടകം അതാണ്. 2, അതോടൊപ്പം തന്നെ അതിനകത്ത് പ്രവർത്തിക്കുന്ന നേതാക്കളെയും അതോടൊപ്പം തന്നെ അതിൻ്റെ അണികളെയും അയാൾ ജീവന തുല്യം സ്നേഹിക്കുന്നു. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ പാർട്ടിക്കകത്തെ ഒരു നേതാവാണ് എന്ന്, അവരുടെ ലീഡറാണ് എന്ന് പിന്നെ സ്വയം പറയാനോ അല്ലെങ്കിൽ ജനങ്ങൾ പറയാനോ ഉള്ള സാധ്യതകളുള്ളൂ. ഈ ഒരു വസ്തുതാപരമായ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായ ഒരു ദിശയിലൂടെ ഈ പാർട്ടിയെ ചലിപ്പിക്കുകയായിരുന്നു വാസ്തവത്തിൽ പിന്നെ വിജയൻ ചെയ്തിരുന്നതെന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായിരിക്കുന്ന വിഷയം. പാർട്ടി എന്ന് പറയുന്ന ഒരു സംഘടനാ സംവിധാനത്തെ സമ്പൂർണ്ണമായും അയാളുടെ കൈപ്പിടിയിൽ ഒതുക്കുകയും തനിക്ക് വേണ്ടുന്ന ആളുകളെ മാത്രം കമ്മിറ്റിയിൽ അയാൾ കുടിയിരുത്തുകയും ചെയ്തതോടെ പാർട്ടി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ആരായിത്തീർന്നു? അയാൾ മാത്രമായി തീരുകയും പാർട്ടിയുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നവർ അയാളോട് മാത്രം ഒബ്ലൈഡായി വരുന്ന ഒരവസ്ഥ ഉണ്ടായിത്തീരുകയും അത് പിന്നീട് ജനങ്ങളോട് അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരോട്, ബന്ധുക്കളോട്, അനുഭാവികളോട് അവരുടെ മുമ്പിൽ കീഴടങ്ങണമെന്ന് പറയാവുന്ന രാഷ്ട്രീയ അവസ്ഥ നിർമ്മിക്കുകയും ചെയ്തു. ഈ നിർമ്മിതിയാണ് വാസ്തവത്തിൽ ഇതിനകത്ത് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം. അതാണ് വാസ്തവത്തിൽ അത് ജനാധിപത്യ വിരുദ്ധമായ ഒരു ഫാസിസ്റ്റ് സംഘടനാ സംവിധാനത്തിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനയെ മാറ്റിക്കൊണ്ടുപോയി എന്ന് പറയുന്നതാണ് ഏറ്റവും ഗൗരവമറിയിക്കുന്ന വിമർശനമാണത്. ഈ വിമർശനമാണ് വാസ്തവത്തിൽ പരിശോധിക്കേണ്ടത്. ഇപ്പം TG പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് അത്രയാൾ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ന്യായമായും അത് സംശയിക്കാവുന്ന വിഷയം തന്നെയാണ്. പറയണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന പലരും എന്താണെന്ന് ഞാൻ മോഹം കൊണ്ട് ഞാൻ പറഞ്ഞു എന്ന രീതിയിൽ അത് മീഡിയാസിന് കൊടുത്തിട്ടുണ്ടാവും. അതിനെ ആ അർത്ഥത്തിൽ മാത്രം കണ്ടാലും മതി. പക്ഷേ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ അതിനകത്ത് ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് പറയാവുന്ന ഒരു ബഹുജനാഭിപ്രായം
പുറത്തു രൂപം കൊള്ളുന്നു എന്നതാണ് വാസ്തവത്തിൽ ആ പാർട്ടിയെ ജനാധിപത്യവൽക്കരണത്തിലേക്ക് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്ന ഒരു എന്താ പറയുക ഒരു ചാലക ശക്തി. അതാണ് ആ ചാലക ശക്തിയുടെ വളരെ സ്വാഭാവികവും പിന്നെ എന്താ പറയുക ആംബുഷിങ്ങുമായിരിക്കുന്ന ഒരു ഇഫക്റ്റ് ആയിരുന്നു വാസ്തവത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് ഇയാൾ കണ്ടത്. അവിടെയാണ് 6 റൗണ്ട് വരെ ഇയാൾ അപ്പിയിടുകയായിരുന്നു ഇയാളെ വീട്ടിനകത്തിരുന്നിട്ട്. അയാൾ ആദ്യം പറഞ്ഞിരുന്നത് 8 മണിയാകുമ്പോഴത്തേക്ക് പിന്നെ കൺവെൻഷൻ പിന്നെ സെന്ററിനകത്ത് അദ്ദേഹം വരുമെന്നും പിന്നെ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാക്കുന്ന മുഴുവൻ പത്രക്കാരെയും വിളിച്ച് വിജയം ആഘോഷിക്കാനും അതിനെ കമന്ററി അടിക്കാനും വേണ്ടി അയാൾ ഏർപ്പാടാക്കുകയും ചെയ്യാം. പക്ഷേ വോട്ട് എണ്ണി കഴിഞ്ഞു ഏതാണ്ട് ഒരു 1/2-3/4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇയാൾ പുറകിലേക്ക് പോവുകയാണ്. പുറകിലേക്ക് പോയിരിക്കുന്ന അവസരത്തിൽ പിന്നെ ഇയാൾ മുന്നിലേക്ക് വരുന്നതേ ഇല്ല. ഏതാണ്ട് 9 ആയി, 10 മണിയായി, 10:30 ആകുമ്പോഴത്തേക്ക് വന്നതെന്ന് പറഞ്ഞാൽ ബഹുഘാതം പുറകിലേക്ക് പോവുകയും ആ VP അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ചെറുപ്പക്കാരനായിരിക്കുന്ന കുട്ടി, ആ കുട്ടി അവൻ ബഹുദൂരം മുന്നേറുകയും ചെയ്യുകയാണ്. ഈ മുന്നേറുകയും ചെയ്യുമ്പോഴാണ് ഇയാളും ചെയ്തതെന്ന് പറഞ്ഞാൽ പത്രക്കാരെ മീഡിയാസിനെയും വിളിച്ചിട്ട് പരിപാടി ക്യാൻസൽ ചെയ്യാണ്. ക്യാൻസൽ ചെയ്യുന്നതല്ല പറഞ്ഞത്. അന്നേരം ഞാൻ എൻ്റെ ഒരു 2 പത്രസുഹൃത്തുക്കൂടെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, അല്ല പിന്നെ ഇദ്ദേഹം അവിടെ പിന്നെ കൺവെൻഷൻ സെന്ററിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. വരുന്നുണ്ടോ ചോദിച്ചപ്പോൾ എന്നോട് ചിരിച്ചോട്ട് പറഞ്ഞ മറുപടി എന്താ പറഞ്ഞാൽ അയാൾ വരുന്നില്ല എന്നാണ്, വരുമോ ഇല്ലയോ എന്ന് അറിയില്ല എന്നാണ് പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ഒരാൾ അവരോട് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ അതോടുകൂടി ചിത്രം വ്യക്തമായി. പരാജയ ഭീതി, ഏത് നിമിഷവും പരാജയപ്പെടുമെന്ന ഭീതിയിൽ മുട്ടടിച്ച് ആനിര പോലെ വിറച്ചു നിൽക്കുകയായിരുന്നു അയാൾ വിറക്കാനുള്ള കാരണം എന്താണ്? പാർട്ടിക്കകത്ത് അയാൾ അപ്രതിരോധ്യനും എന്താ പറയുക പിന്നെ അപ്രമാദിത്വവും എല്ലാമുള്ള ഏറ്റവും ഗാംഭീര്യവും ശക്തനുമായിരിക്കുന്ന ആളായി തുടരുമ്പോഴും ജനകീയ ഇച്ഛ അയാൾക്കെതിരായിരുന്നു എന്നുള്ളതാണ്. ആ എതിരായി നിൽക്കുന്ന സംഭവത്തിന് കൂടെ അയാൾ വാസ്തവത്തിൽ അവിടെ ജയിക്കുകയും ചെയ്തത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ്. മുളപ്പനങ്ങാട് പഞ്ചായത്ത് എണ്ണിയപ്പോഴാണ് അയാൾ ലീഡിലേക്ക് വരുന്നത്. മുളപ്പനങ്ങാട് പഞ്ചായത്ത് SDP-യുടെ വോട്ടാണ് അതിൽ ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന വോട്ട്. ഏതാണ്ട് 10,500 വരുന്ന വോട്ട് SDP-ക്ക് പിന്നെ പിണറായി ഡിവിഷന്, ജില്ലാ കൗൺസിലിനകത്ത് പിണറായി ഡിവിഷന് മാത്രമുണ്ട് അവർക്ക്. ആ വോട്ട് ഇപ്പോഴത്തേക്ക് വന്നതോട് കൂടിയിട്ടാണ് ഇയാൾ നീർന്നു നിന്നത്. അല്ലെങ്കിൽ അയാൾ അപ്പിയിട്ട് അവിടെ വീഴുമായിരുന്നു. ഈ അപ്പിയിട്ട് വീഴുന്നു എന്നതിനേക്കാൾ പ്രധാനം എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഇരട്ടച്ചങ്കനാണ്, ഇത്രയും വലിയ പിന്നെ എന്താണ് കുലുങ്ങാത്ത ഒരാളാണ്, തീരുമാനമെടുത്താൽ അനങ്ങില്ല എന്നൊക്കെ പറയാവുന്ന ഈ ഘോഷണങ്ങൾ മുഴുവൻ തന്നെ എന്താ പറയുക പരമദരിദ്രമായി ദയനീയമായി ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഊർന്നു വീഴുന്ന ചിത്രം ജനമാണ് കാണിച്ചു കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് വാസ്തവത്തിൽ ഈ പാർട്ടിക്കകത്ത് തിരുത്തലുകൾ വരുത്താൻ അവർ നിർബന്ധിക്കപ്പെടുന്നത് പാർട്ടിക്കകത്ത് നിന്നല്ല, മറിച്ച് പാർട്ടിക്ക് പുറത്തു നിന്നുള്ള ബഹുജനങ്ങളുടെ ഭാഗമായാണ്. ഇതാണ് വാസ്തവത്തിൽ ആ പാർട്ടി നിലനിൽക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു 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 രാഷ്ട്രീയ വിഷയം അവിടെയാണ്. ഇനി നിങ്ങൾ ഇതിനകത്ത് വേറെ 2 പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾ എടുക്കുക. ഈ കേരളത്തിനകത്ത് 3 ആളുകൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് വിജയിച്ചു. റബൽസാണ് വിജയിച്ചത്. പയ്യന്നൂര്, തളിപ്പറമ്പ്, അതോടൊപ്പം തന്നെ അമ്പലപ്പുഴ. ഈ 3 റബലുകൾ വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? പാർട്ടി തിരസ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. ഒരു അർത്ഥവും അതിനില്ല. കമ്മിറ്റിക്കകത്ത് വിമർശനം ഉന്നയിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, വിമർശനം ഉന്നയിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, സംഭവം വന്നു. സംഭവം പൂർണ്ണമായും എന്താ ജനം ഇവിടെ തിരസ്കരിച്ചിരിക്കുന്നു. പിന്നെ ഞാൻ എന്തിന് ഇതിനകത്ത് തുടരുന്നു? പ്രതിപക്ഷ നേതാവായി തുടരുന്നു. പച്ച മലയാളത്തിൽ ഞാൻ പറയാം, ഉളുപ്പില്ലാത്തതുകൊണ്ട് തുടരുന്നതാണ്, വേറൊന്നുമല്ല. ഉളുപ്പില്ലാത്തതുകൊണ്ട് മാത്രം തുടരുന്നതാണ്. അതിന് കാരണം എന്താണെന്നറിയോ? ഞാൻ പിന്നെ ഇന്നലെ മെനയാന്ന് ഞാനൊരു യൂട്യൂബിലെത്തി പറഞ്ഞത് പട്ടിക്ക് സമാനമായ അയാൾ തേരാപ്പാര കേരളത്തിലുള്ളപ്പോൾ പട്ടിക്ക് സമാനമായ അയാൾ പോണ്ടി വരും. അയാൾ ഒരാൾ പോലും മൈൻഡ് ചെയ്യില്ല. അധികാരമില്ലാത്ത വിജയൻ ആര് മൈൻഡ് ചെയ്ത് നിങ്ങൾ വിചാരിക്കുന്നത്? അല്ലായിരുന്നെങ്കിൽ അയാൾ എന്ത് വേണം? അയാൾ ലീഡർ ഓഫ് ദ മാസസ് ആവണം. ലീഡർ ഓഫ് ദ മാസ് ആണ്. അയാൾ പാർട്ടി നേതാവ് മാത്രമാണ്. ആ പാർട്ടിയിലെ ജനങ്ങൾ പോലും അയാൾ തള്ളിയിരിക്കുന്നു. പിണറായി ഇരിക്കുന്ന ഒരു ഇരിപ്പ് നമ്മളെല്ലാം കണ്ടതാണ്. ഇന്നെല്ലാ മാധ്യമങ്ങളും അത് കാണിച്ചിട്ടുണ്ട്. തീർത്തും ഒറ്റപ്പെട്ട്, ആരുമില്ല. മറ്റെന്തായിരുന്നു അല്ലേ? എത്ര അകമ്പടി വാഹനങ്ങളായിരുന്നു, എത്ര പോലീസുകാരായിരുന്നു ചുറ്റിലും. ഇത് അവിടെ നിന്ന പോലീസുകാരൻ പോലും ഗൗനിക്കുന്നില്ല. അതെ ഇല്ല, ആരും ചെയ്യില്ല. അത് ശരിക്കും നമ്മുടെ മലബാർ ഭാഷയിൽ പിന്നെ സൈൻ നമ്പ്യാർക്ക് കൂടി നമ്മൾ അണ്ടി പോയ അണ്ണാൻ എന്ന് പറയുന്ന സാധനമില്ലേ? അണ്ടി പോയ അണ്ണാൻ എന്ന് പറയൂലേ? നമ്മൾ ഒരാളെ പിന്നെ ജാഡ്യതയിലായി വെക്കുന്നത് അണ്ടി പോയ അണ്ണാന്റെ അവസ്ഥയിലാണ് അയാൾ അവിടെ ഇരുന്നിട്ടുണ്ടായത്. ഞാനത് പിന്നെ തമാശക്കായി പറഞ്ഞത് വളരെ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാണ് ഞാൻ. അപ്പൊ അത്തരം ഒരു അവസ്ഥയെ ഇയാൾ ഫേസ് ചെയ്യേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് അറിയോ? 1/4 നൂറ്റാണ്ടുകാലം 16 വർഷക്കാലം പാർട്ടി സെക്രട്ടറിയായി, 10 വർഷക്കാലം ഇയാൾ മുഖ്യമന്ത്രിയുമായി ജനങ്ങളെ ഭരിക്കുകയാണ് ഇയാൾ ചെയ്തത്. പാർട്ടിയോട് നിങ്ങൾക്ക് വല്ല കൂറും സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇങ്ങനെ ആവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അയാളെ തിരുത്തുക എന്നുള്ളത് TG പറഞ്ഞ പോലെ അസംഭാവ്യമാണ്. പാർട്ടി ഒന്നേ ചെയ്യാൻ കഴിയൂ, അയാളെ പുറത്താക്കുക എന്ന് മാത്രമാണ്.
ഇവിടെയാണ് ഈ കഴിഞ്ഞ പാർട്ടി നടന്നല്ലോ, പോളിറ്റ് ബ്യൂറോ യോഗം, സെക്രട്ടറി കേന്ദ്ര കമ്മിറ്റി യോഗവും നടക്കുമ്പോൾ അതിനകത്ത് മത്സരം ഉണ്ടായി എന്നാണല്ലോ നമ്മൾ പറയുന്നത്, നമ്മൾ കേൾക്കുന്നത്. അതിനകത്ത് ഇയാൾ തന്നെ എന്ത് ചെയ്യാന്ന് ഇയാൾക്ക് വേണ്ടി വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ രസം. ഈ ഒരു തമാശ കാണുന്നത് അനിൽ പേർക്ക് ഓർമ്മയുണ്ടാവും. നമ്മുടെ കാസ്റ്റിംഗ് മന്ത്രിസഭ ഉണ്ടായിരുന്നില്ലേ, AC ജോസ് സ്പീക്കറായ സമയത്ത് കരുണാകരന്റെ കാസ്റ്റിംഗ് മന്ത്രിസഭ. ആ കാസ്റ്റിംഗ് മന്ത്രിസഭയുടെ സമയത്താണ് കണ്ണൂരിൽ സുകുമാർ അഴീക്കോട് ഒരു യുവജനോത്സവം ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത്. ആ ഉദ്ഘാടനത്തിനകത്ത് പ്രതിഷേധത്തിനകത്ത് SFIക്കാരനാക്കി വരുന്നത് അതിഭീകരമായ മർദ്ദനമേറ്റ് വാങ്ങിയിരിക്കുന്ന ഒരാളാണ് ഈ പറയുന്ന ഷാജി. അങ്ങനെ എന്നെ പോലെ ഒരുപടി ആളുകൾ അതിഭീകരമായ മർദ്ദനമേറ്റ് അന്ന് സുകുമാർ അഴീക്കോട് നടത്തിയിരിക്കുന്ന പ്രസംഗം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, യാഗം കലക്കാൻ വന്നിരിക്കുന്ന അസുരന്മാരാണ് DYFIക്കാരും SFIക്കാരും. എന്നിട്ടോ ഇത്രയും അത് പോരാ, എന്നിട്ട് അദ്ദേഹം പിന്നീട് പറഞ്ഞത് യാഗം സംരക്ഷിക്കാൻ വന്നിരുന്ന ദേവന്മാരാണ് വാസ്തവത്തിൽ പോലീസുകാരെന്ന് പറയുന്നത്. ഇതുപോലെ വരാവുന്ന വിചിത്രമായ വാദങ്ങളൊക്കെ അന്ന് ഉന്നയിച്ചിരിക്കുന്ന സുകുമാർ അഴീക്കോട് പിന്നീട് എന്തായി എന്നുള്ളത് വേറെ വിഷയം, അത് കാലത്തിന്റെ ചരിത്രത്തിന്റെയോ ഭാഗമായിരിക്കാം. പക്ഷേ അന്ന് ഞാനൊക്കെ ഏറ്റവും കൂടുതൽ അതിശക്തമായി നടത്തിയിരിക്കുന്നു പ്രസംഗത്തിനകത്ത് പറഞ്ഞത് AC ജോസ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് കാസ്റ്റിംഗ് ജോസ് എന്നാണ്. ആ മന്ത്രിസഭ എന്ന് നിലനിർത്തുന്നത് ഒറ്റ വോട്ടിന്റെ പിൻബലത്തിലാണ്, സ്പീക്കർ വോട്ടിന്റെ പിൻബലത്തിലാണ്. ഈ പോളിറ്റ് ബ്യൂറോയിൽ ഇയാൾ മത്സരിക്കാൻ വന്നപ്പോൾ ഇയാൾക്ക് വേണ്ടി വോട്ട് ചെയ്യാനുണ്ടായത്. സാധാരണ നിലയിൽ ഇയാൾ സ്ഥാനാർത്ഥിയാണ് എങ്കിൽ ഇയാൾ എന്ത് ചെയ്യണം, ഇയാൾ അതിനകത്ത് മാറി നിൽക്കണം. പക്ഷേ മാറി നിൽക്കാതെ ഇതിനകത്ത് അയാൾ കൂടി വോട്ടെടുപ്പിൽ പങ്കാളിയായി എന്ന് പറഞ്ഞാൽ അർത്ഥം ഒന്ന് മാത്രമേ ഉള്ളൂ, പാർട്ടി പ്രതിപക്ഷ ഓപ്പോസിഷൻ ലീഡർ സ്ഥാനത്ത് ഞാൻ മത്സരിക്കാനും അല്ലെങ്കിൽ ഞാൻ ആവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള അയാളുടെ ആഗ്രഹമാണ് ഒന്ന്. രണ്ടാമത്തെ വിഷയം, ഇതിനേക്കാൾ ജഗുപ്സാവഹമായിരിക്കുന്ന വിഷയം എന്താണ്, നിങ്ങൾ ഈ പ്രോട്ടം സ്പീക്കറായിരിക്കുന്ന സഖാവ് G. സുധാകരൻ സഖാവ്, ആ G. സുധാകരൻ സഖാവിനെ നിങ്ങൾ വിളിച്ചിരിക്കുന്നത് എന്തായിരുന്നു, ചെറ്റ എന്നാണ് വിളിച്ചത്. അത് വ്യാപകമായ തോതിൽ കേരളത്തിനകത്ത് പ്രതിഷേധം ഉണ്ടാക്കിയെങ്കിൽ പോലും ആ സാധനം അയാൾ ഇപ്പോഴും അന്നും ഇന്നും അയാൾ പിൻവലിച്ചിട്ടില്ല. യാതൊരു മടിയുമില്ലാതെ അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി ഇയാൾക്ക് എന്താ പറയുക സത്യപ്രതിജ്ഞ ചൊല്ലാൻ അയാൾക്ക് ഒരു മടിയും ഉണ്ടായില്ല. തൊട്ടപ്പുറത്ത് വരുന്നു, ആര് വരുന്നു, കുഞ്ഞിക്കണ്ണൻ സഖാവ് വരുന്നു, അതോടൊപ്പം തന്നെ TK ഗോവിന്ദൻ മാഷ് വരുന്നു. ഇവർ രണ്ടുപേരെയും ഇയാൾ ഇതേ സ്ഥലത്ത് പോയിട്ട് ആക്ഷേപിച്ച് ഇതിനേക്കാൾ മോശപ്പെട്ടിരിക്കുന്ന ഭാഷയിലാണ്, ഞാൻ ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇതെല്ലാം ഇയാൾ പറയുന്നു എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണെന്ന് അറിയോ, ഞാൻ ചെയ്തത് മുഴുവൻ തന്നെ ശരിയാണ് എന്നാണ്. ഇപ്പോൾ ഞാൻ ചെയ്തതും ശരി തന്നെയാണ് എന്നാണ്. അപ്പൊ അതിനർത്ഥം എന്താണ്, അയാൾ മാറാൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ്. അതിനകത്ത് ഒരു കാര്യം കൂടി പറയേണ്ടത്, ഇത്രയുമൊക്കെയായി വിമർശനങ്ങൾ ഉണ്ടായി എന്ന് പറയുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇയാൾക്ക് താമസിക്കാൻ 3 സംവിധാനങ്ങൾ സർക്കാരിൻ്റെതല്ലാതായി 3 സംവിധാനങ്ങളുണ്ട്. ഒന്ന്, ചിന്താവളപ്പിലുണ്ടായിരിക്കുന്ന വളരെ പെലേഷ്യസ് ആയിരിക്കുന്ന ഒരു ഫ്ലാറ്റ് ഉണ്ട് അയാൾക്ക് പാർട്ടി കൊടുക്കുന്നത്. രണ്ടാമത് ഏതാണ്, പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് ഔദ്യോഗിക വസതിയായിരിക്കുന്ന കണ്ടോൺമെന്റ് ഹൗസ് ഉണ്ട്. മൂന്നാമത് മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് കിട്ടാതെ ഏറ്റവും നല്ല ഫ്ലാറ്റ് അയാൾക്ക് ലഭിക്കും ഒരു മുൻ മുഖ്യമന്ത്രിയുടെ പരിഗണനയിൽ. ആ ഫ്ലാറ്റ് ഇത് 3 ഇയാൾക്ക് വേണ്ട. ഇത് 3 കിട്ടാതെ അയാൾ ചെയ്യാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് തൊട്ടപ്പുറത്ത് വരാവുന്ന ബേക്കറി ജംഗ്ഷന്റെ അടുത്ത് അയാൾക്ക് ഏതാണ്ട് 3 ലക്ഷം രൂപയോളം, പത്രത്തിൽ വന്ന വാർത്തയാണിത്, 3 ലക്ഷം രൂപയോളം തന്നെ പ്രതിമാസ വാടക വരുന്ന ഒരു വീട് ഇയാൾ വാടകയ്ക്ക് എടുക്കുകയാണ്. ആ വീട് എന്ത് ചെയ്യാണ്, 5 വർഷക്കാലത്തേക്കുള്ള പൈസ ലിക്വിഡ് ക്യാഷ് അപ്പം തന്നെ കൊടുത്തിട്ട് അത് കോൺട്രാക്ട് ഒപ്പുവെച്ചു. ഇത് ഇവിടെ വെക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാറാൻ ഞാൻ മാറില്ല എന്നാണ്. ഇത്രമാത്രം ബാധ്യതയായി തീർന്നിരിക്കുന്ന ഒരാളെ ഈ പാർട്ടി എന്തിന് ചുമക്കണം എന്നുള്ളതാണ് ചോദ്യം. എന്തിന് ചുമക്കണം ഈ മനുഷ്യനെ, എന്തിന് ചുമക്കണം? ഇതായത് അതിനർത്ഥം എന്താണെന്നറിയോ, ഇതുപോലെ പോയി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മാക്സിമം 3 വർഷം അല്ലെങ്കിൽ 5 വർഷം ഇയാളുടെ കാലാവധി കഴിയുമ്പോഴത്തേക്കും ഈ പാർട്ടി ഡിസോൾവ് ചെയ്യേണ്ടി വരും. അതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എൻ്റെ ആദ്യത്തെ വാദം, ഇതിന്റെ ഇപ്പോഴത്തെ പ്രത്യയശാസ്ത്രപരമായ പ്രതിസന്ധിയിലും അതിന്റെ സംഘടനാപരമായ അതിഗുരുതരമായ പ്രതിസന്ധിയിലും ഈ പാർട്ടി അതിജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇടതുപക്ഷക്കാരനല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ആ പാർട്ടി അത് തകർക്കപ്പെടേണ്ടതാണ്, അത് സമ്പൂർണ്ണമായി തകർക്കപ്പെടണം. പക്ഷേ ഇതിന് തൊട്ട് പിറകെ വരുന്ന തലമുറയുണ്ട്, ആ തലമുറയാണ് ജെൻസി. ആ ജെൻസിയാണ് DYFIയും SFIക്കാരനും. ആ DYFIക്കാരും SFIക്കാരും വരുന്ന ജെൻസി അവർ തിരിച്ചറിയേണ്ടത് ഈ ലീഡർഷിപ്പ് ഞങ്ങൾ നയിക്കുന്നവരല്ല, മറിച്ച് ഞങ്ങളുടെ നാശത്തിലേക്ക് നയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന കുന്തമുലകളാണ് ഇവർ. അതുകൊണ്ട് അവരെ ചോദ്യം ചെയ്യുന്ന ഒരു ചിത്രം ഉണ്ടാകുമ്പോൾ മാത്രമാണ്, ബഹുജന പിന്തുണയോടെ വരുമ്പോൾ മാത്രമാണ് നേപ്പാളിൽ ഉണ്ടായിരിക്കുന്ന ജെൻസി മൂവ്മെന്റ്, ആ ജെൻസി മൂവ്മെന്റ് ഫലവത്തായിരിക്കുന്ന അവസ്ഥ ഈ കേരളത്തിൽ ഉയർന്നു വരും. ഞാൻ ഒറ്റൊരു കാര്യം പറയാണ്, ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ഇയാൾ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സമയത്ത് ഞാൻ ഇതേ ഒരു യൂട്യൂബിനോ ഏതോ ചാനലിലോ ഞാൻ പറഞ്ഞാണ്,
ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ കോളേജുകളുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അത് ഏറ്റവും കൂടുതൽ ഉള്ളത് ബ്രണ്ണൻ കോളേജാണ്. ആ ബ്രണ്ണൻ കോളേജിനകത്ത് വരുന്ന ജൻസി തലമുറയപ്പെട്ടിരിക്കുന്ന ഒരൊറ്റ കുട്ടി ഇയാൾക്ക് വേണ്ടി വോട്ട് പിടിക്കില്ല എന്ന് അന്ന് നേരത്തെ ഞാൻ പ്രഖ്യാപിച്ചതാണ്. ഒരൊറ്റ വോട്ടും അയാൾക്ക് കിട്ടിയിട്ടില്ല എന്നതിന്റെ തെളിവും കൂടിയാണ്. അതായത് പുതിയ തലമുറ ഒന്ന് ചിരിക്കാൻ പഠിക്കട്ടെ, മനുഷ്യന്മാരോട് കുട്ടികളോട് ഒന്ന് ചിരിക്കാൻ പഠിക്കട്ടെ. ഇത് ചിരിക്കാൻ പോലും പഠിക്കാതിരിക്കുന്ന ജൻസി പൂർണ്ണമായി നിങ്ങളെ ഒഴിവാക്കിയെന്നതിന്റെ അർത്ഥം എന്താണെന്നറിയോ? കാലത്തെ അതിജീവിക്കാനുള്ള ഒരു സംഭവവും നിങ്ങളുടെ കയ്യിലില്ല എന്നും കാലഹരണപ്പെട്ട് പുറന്തള്ളപ്പെടാൻ മാത്രം വിധിക്കപ്പെട്ടിരിക്കുന്ന സംഘടനാനുഭവമായി യാത്ര ഇനി തുടരുക അതിന് അസാധ്യമാണെന്നുമാണ് ഇതിന്റെ പ്രാഥമികമായ റൗണ്ടിൽ മിസ്റ്റർ നമ്പ്യാർ എനിക്ക് പറയാനുള്ളത്. ശ്രീ പാണ്ഡ്യാല ഷാജി, ഒറ്റ കാര്യം കൂടി, ഈ 6 റൗണ്ട് ഇദ്ദേഹം പിന്നിട്ട് നിന്നല്ലോ, ഇദ്ദേഹം പിറകിലായിരുന്നല്ലോ. ആ മേഖലകളിലെ ബ്രാഞ്ച് സെക്രട്ടറിമാരുടെയും ലോക്കൽ സെക്രട്ടറിമാരുടെയും ഏരിയ സെക്രട്ടറിമാരുടെയും ഒക്കെ അവസ്ഥ എന്താണിപ്പോൾ? ഞാനിപ്പോൾ വരുന്ന സമയത്ത് എന്നെ കൂട്ടാൻ പ്രശോഭന്റെ അടുത്തും പിന്നെ അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഞാൻ അതിൻ്റെ അകത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞ സംഭവമുണ്ട്. പിന്നെ പല കക്ഷികളും എന്താണെന്നറിയോ, അവരെല്ലാം തന്നെ നമ്മളിപ്പോൾ എന്താ പറയുക, ഈ ഊന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന വാഴയില്ലേ, വാഴ നമ്മൾ വയലിലെല്ലാം എടുക്കുന്ന കുറച്ച് വാഴ ഊന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് ഒരു ഒടിഞ്ഞു കുത്തിപ്പോയി. ഈ ഒടിഞ്ഞു കുത്തിപ്പോയിരിക്കുന്ന അവസ്ഥ ആർക്കും സന്തോഷങ്ങളില്ല. കാരണം അവരുടെ മുമ്പിൽ ശൂന്യതയാണ് ശരിക്കും. അധികാരവും അധികാരത്തിന്റെ ധാരാളിത്വവും കൊണ്ട് ആരെയും ഭരിക്കാനും അർമാദിക്കാനും ഒന്ന് ചിരിക്കാൻ പോലും നിങ്ങൾക്ക് അറിയില്ല. ഒരാളോട് ഞാൻ ഒറ്റൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുകയാണ്, നിങ്ങളോട് സംസാരിക്കുന്നത് എത്ര ഭീകരമായാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ സംസാരിക്കുന്ന ഭാഷയോട് നിങ്ങളോട് ഒരാൾ സംസാരിക്കുന്ന വാസ്തവത്തിൽ അയാൾ നിങ്ങളിൽ എന്തെങ്കിലും ഒരു സംഭവത്തിനോട് ഒരു പ്രതീക്ഷയോട് സംസാരിക്കുന്നതാണ്. ആ പ്രതീക്ഷയ്ക്ക് പകരം നിങ്ങളുടെ കൽപ്പനകൾ മാത്രം കിട്ടും. അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുന്നതല്ല പുതിയ തലമുറ മൈൻഡ് ഈ പൊറൈൻ്റെ പാട്ടിലെന്ന് പറയൂ, കൃത്യമാണ് പറയും. ആ പറയുന്നതിന് സമാനമായി ഇപ്പോൾ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കൊന്നും ഒരില്ല. പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ബ്രാഞ്ച് സെക്രട്ടറി, ഏരിയ കമ്മിറ്റി മെമ്പർമാർ ഇവരെല്ലാം എന്താ പറയുക, കണ്ടപോയ തെങ്ങിൻ്റെ അവസ്ഥയാണ്. വെറുതെ നിൽക്കുക എന്ന്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് സമ്പൂർണ്ണമായി ഒറ്റപ്പെട്ടു. ഇത് നിങ്ങൾ ചോദിച്ചോണ്ട് ഞാൻ ഒരു കാര്യം പറയാം. പിണറായിയുള്ള ഈ ഇദ്ദേഹത്തിന്റെ കോൺഫറൻസിനകത്തുള്ള ഒരു ബൂത്തിനകത്ത്, ഏത് ബൂത്താണ് ഞാൻ പറയുന്നില്ല, ഒരു ബൂത്തിനകത്ത് 12 പർദ്ദ വാങ്ങി വെച്ചു. 12 പർദ്ദ എന്ന് പറഞ്ഞാൽ ഗംഭീരമായിരിക്കുന്ന പർദ്ദയാണ്, വില കൂടിയ പർദ്ദയാണ്. 12 പർദ്ദ വാങ്ങി വെച്ചു. ഈ പർദ്ദ വാങ്ങി എന്തിനാണെന്ന് പറയുക, കള്ളകുട്ടി അടിച്ചാൽ വെറുതെയല്ല. പക്ഷെ ഒരൊറ്റ പർദ്ദയും ഉപയോഗിക്കാൻ ആരും സന്നദ്ധരായില്ല എന്നുള്ളതാണ്. ആരും സന്നദ്ധരായില്ല. ഒരു ബൂത്തിൽ 197 വോട്ട് ചെയ്തിട്ടില്ല മിസ്റ്റർ നമ്പ്യാർ, ചെയ്തിട്ടില്ല. ഇത്ര ഭയാനകമായ ചിത്രമാണ് വാസ്തവത്തിൽ ഈ പിണറായി എന്നുള്ള സംഭവത്തിന്റെ ഒരു നമ്മളീ പറയുന്നില്ലേ, ഉരുക്ക് കോട്ടയാണ്, ഒരു മണ്ണാങ്കട്ട കോട്ടയും അല്ല, അത് ഒന്നുമല്ല. സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ അതിനെ ദ്രവിച്ചു തുടങ്ങി തുരുമ്പിച്ച് നാശമായി നിൽക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ഉള്ളത് ഒരു സ്യൂഡോ ആയിരിക്കുന്ന ഒരു സംഭവയുടെ മേലെ വരാവുന്ന യാത്ര മാത്രമാണ്. ആ യാത്രയാണ് വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഈ 6 റൗണ്ട് വരുമ്പോഴത്തേക്ക് ഇയാൾ പതറി തീർന്നത് അവിടെയാണ്. അപ്പൊ അത് ശരിക്ക് മറിച്ചായിരുന്നു സംഭവിച്ചതെങ്കിൽ എന്നോട് ചോദിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞത് അയാൾ വിജയിക്കുക ദുഷ്കരമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ് ഞാൻ. അതിൽ ഉത്തരവാദപ്പെട്ട പാർട്ടിയുടെ ചില ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരോട് ഞാൻ പറഞ്ഞ അയാൾ വിളിച്ചു വന്നാൽ ചിലപ്പോൾ ഒരു 7000 വോട്ടിന് ചിലപ്പോൾ ജയിച്ചേക്കാന്ന് പറഞ്ഞു. അതും ഒരു സാധ്യതയാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെയും ഇയാൾ ജയിച്ചത് ഒരിക്കലും തന്നെ ഞാൻ പറഞ്ഞു SDPIയുടെ വോട്ട് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇയാൾ അവിടെ പരാജയപ്പെടും. 101% ഉറപ്പ് ഇയാൾ പരാജയപ്പെടും. അങ്ങനെ പരാജയപ്പെടുന്ന ചിത്രം ഉണ്ടായി എന്നുള്ള ഒരു തുറുകണ്ടന്റെ യാഥാർത്ഥ്യം അയാളുടെ മുമ്പിൽ വന്നിട്ട് പോലും അയാൾ ഇവിടെ മാറാൻ തയ്യാറല്ല എന്നതാണ് ഈ പ്രതിപക്ഷ നേതാവിന്റെ ഈ പദവി ഏറ്റെടുക്കുമ്പോൾ അയാൾ കാണിച്ചിരിക്കുന്ന എന്താ പറയാ അതിനോടുണ്ടായിരിക്കുന്ന അയാളുടെ അർമാദിപ്പ്. അതോടൊപ്പമോ ഞാൻ താമസിക്കുന്നത് എവിടെയാണെന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നു. അതും വാസ്തവത്തിൽ പുനഃപരിശോധിക്കേണ്ട വിഷയമാണ്. ഇത് പണം ആര് കൊടുത്തു? പാർട്ടി കൊടുത്തോ? ഈ പണം 1,80,00,000 രൂപ വരും 5 വർഷക്കാലത്തേക്ക്. 34 ലക്ഷം രൂപ പ്രതിമാസം വരുമ്പോൾ 1,80,00,000 രൂപയാണ്. ഈ 1,80,00,000 ആര് കൊടുത്തു? ഏത് കണക്കിൽ കൊടുത്തു? പബ്ലിക്കോട് വിശദീകരിക്കണ്ടേ? ഇതൊന്നുമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവുന്നെന്ന് പറയുന്ന അർത്ഥം എന്താണ്? അതിൽ TG പറഞ്ഞിരിക്കുന്ന സംഭവമാണ് പാർട്ടി പൂർണ്ണമായും അയാളുടെ കയ്യിൽ തന്നെയാണ് എന്ന് നമുക്ക് സാങ്കേതികമായി പറയാമെങ്കിലും പുറത്തുനിന്നുള്ള ജനം അയാളെ ഇതുപോലെ അർമാദിക്കാൻ സമ്മതിക്കില്ല. ഈ സമ്മതിക്കില്ല എന്ന അവസ്ഥയാണ് വാസ്തവത്തിൽ അയാളും ഗോവിന്ദനും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതാണ്